പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹൻ എഴുതിയ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. മനസ്സിൽ പക സൂക്ഷിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പാകതയോ സമാധാനമോ ലഭിക്കില്ല. പകയെന്നത് ഒരു അഗ്നിയെ പോലെയാണ്. അത് മറ്റുള്ളവരെ ദഹിപ്പിക്കും മുൻപ് നമ്മെ തന്നെ എരിച്ചു കളയുന്നു. യേശുക്രിസ്തു, ശ്രീകൃഷ്ണൻ, നബി തിരുമേനി എന്നിവരുടെ വചനങ്ങൾ ഈ സത്യത്തെ അർത്ഥവത്തായി വരച്ചു കാട്ടുന്നു. നിങ്ങൾ മനുഷ്യരോട് അവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്നാണ് യേശുദേവൻ പറഞ്ഞത്. പകയെ സ്നേഹം കൊണ്ട് ജയിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചത്. രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞവനായി, ഇന്ദ്രിയങ്ങളെ വശത്താക്കിയവനായി കർമ്മം ചെയ്യുന്നവൻ ശാന്തി കൈവരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുൾ ചെയ്ത വാക്കുകളും ശ്രദ്ധേയമാണ്. ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും പകയിൽ നിന്നും അകന്ന് മനസ്സിനെ സമചിത്തതയിൽ നിർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ പാകതയുള്ള മനുഷ്യൻ. പ്രവാചകനായ മുഹമ്മദ് നബി അരുളിയതുപോലെ, ശക്തനായവൻ എന്നാൽ ഗുസ്തി പിടിക്കുന്നവനല്ല, കോപം വരുമ്പോൾ തന്നെത്താൻ അടക്കി നിർത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ. പകയെയും കോപത്തെയും നിയന്ത്രിച്ച് ക്ഷമ കൈക്കൊള്ളുന്നതാണ് ഏറ്റവും വലിയ മാനസിക കരുത്തെന്നും ആത്മീയ പക്വതയെന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഈ 3 മഹത് വചനങ്ങളും ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പകയുടെ ഭാരം ഇറക്കി വെച്ച് ക്ഷമയും കരുണയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പാകതയുള്ള ജീവിതം നയിക്കുന്നത്. പകയാൽ മലിനമായ മനസ്സിന് ഒരിക്കലും ഉന്നതമായ ആത്മീയ തലങ്ങളിലേക്ക് ഉയരാൻ കഴിയില്ല. ചെറിയൊരു ജീവിതത്തിൽ വെറുപ്പിന്റെ പാത ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പാതയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ജീവിതം ധന്യവും മനോഹരവുമാകുന്നത്. അറിവും വിവേകവും ഉള്ളവൻ പകയെ ഒഴിവാക്കി സമാധാനത്തെ പുൽകുന്നു. അതെ, പകയാൽ പൊള്ളാതെ, പൊള്ളിച്ചു കളയാതെ ക്ഷമയും കരുണയും ഹൃദയത്തിൽ സൂക്ഷിച്ച് സഞ്ചരിക്കുക. സ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും പാതയിലൂടെ ജീവിതം ധന്യവും മനോഹരവുമാക്കുക. അങ്ങനെയായാൽ അവിടെ സമാധാനം ലഭിക്കും എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എൻ്റെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നാളെ മറ്റൊരു പ്രഭാത ചിന്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.